എടാ ദിസ് ഈസ് ഇതിൽ എടാ അങ്ങനെ തിയേറ്റർ റണ്ണിന് ശേഷം ടൊവിനോ വരെ പള്ളിച്ചട്ടമ്പി അങ്ങനെ ഒ ടി ടിയിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഏപ്രിൽ എന്താണ് റിലീസായത്, ഇപ്പോഴാണ് ഒ ടി ടി പറഞ്ഞത്, സോണി ലൈവിലാണ് വന്നത്. സോ എനിക്ക് പടം എന്തുവാ ഒരു ഉന്നം തെറ്റിയ ഒരു വെടിയുണ്ടാന്നുള്ള ഇതായിരുന്നു. ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഫീൽ ആയിരുന്നു. ഒരു ആവറേജ് സാധനം അതിനുള്ളതേ ഉള്ളൂ. എന്തോന്ന് പറയാം, ലൈക്ക് ഇതൊരു 1930s and 50s നടക്കുന്ന കൈൻഡ് ഓഫ് ഒരു കഥയാണ്. ജന്മി കുടിയാൻ പരിപാടി, കമ്മ്യൂണിസം പ്രശ്നങ്ങൾ, ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ ഉള്ള ഒരു നാടിൻ്റെ ചെറുത്തുനിൽപ്പ്, അങ്ങനത്തെ കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോണത്. പിന്നെ കമ്മിങ് ടു പെർഫോമൻസ് വൈസ് ആയാലും ലൈക്ക് ടോവിനൊക്കെ ലൈക്ക് ഓക്കെ, ഭയങ്കര അങ്ങനെ ഒന്നും അല്ല എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഫീൽ ആയിരുന്നു. കയാദ് ലോഹറൊക്കെ വെറുതെ വന്നു നിന്നു പോയി, പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ആ ഒരു റൊമാൻറ്റിക് പാട്ടുള്ളതുകൊണ്ട് 4 പേര് കേൾക്കാനായിട്ടുള്ളൊരു സാധനമായി, അത്രേ ഉള്ളൂ. അല്ലാതെ അതും പടവും തമ്മിൽ വലിയ ഇമ്പാക്റ്റ് കാര്യങ്ങളൊന്നുമില്ല, ചുമ്മാ കുത്തിക്കയറ്റിയ ഒരു സംഭവം. പിന്നെ പൃഥ്വിരാജ് ലൈക്ക് പുള്ളിക്കാരൻ്റെ എന്തോ ഒരു ടൈം ലൈൻ ഉണ്ട് ഈ 30s and 50s. സോ അതിൽ ഫസ്റ്റത്തെ ആ ഒരു 30s ആ ഒരു ലുക്കൊക്കെ നൈസായിരുന്നു, എന്ന് വെച്ചാൽ അപ്പോഴത്തെ ആ ഒരു വില്ലനിസം അതൊക്കെ നൈസായിരുന്നു. എന്നിട്ട് 50s വരുമ്പം ആശയം ഒരു വെപ്പ് താടിയൊക്കെ വെച്ചുകൊണ്ട് വരും, ഭയങ്കര ബോറായിരുന്നു ഉള്ളത് പറയല്. എന്ന് പറഞ്ഞാൽ വച്ച് കെട്ടിയിരിക്കണതാണ് എന്നുള്ളത് നല്ല വൃത്തിക്കത് എടുത്തറിയാൻ പറ്റുന്നുണ്ട്, അങ്ങനത്തെ അമ്മാതിരി ബോറ് ഗെറ്റപ്പ്. പിന്നെ ജെക്സ് വിജയുടെ മ്യൂസിക് കൊള്ളാം, തുടക്കത്തിലൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അത് നൈസായിരുന്നു. ഇതും കൈൻഡ് ഓഫ് ഒരു ഓപ്പണന്റ് കൊടുത്താണ് നിർത്തിയിരിക്കണത്, അങ്ങനെ ആണ് നിർത്തിയിരിക്കണത്. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല. ഇത് നമ്മളെ എന്തുവാ ക്യൂവിന് ജനാണവന, മലയാളി ഫ്രം ഇന്ത്യ, ഇതൊക്കെ ഇറക്കിയ ആളെ ഡയറക്ടറാണ് ഡിജോ ജോസ് ആന്റണി. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മളെ ചുറ്റും നടക്കുന്ന ഈ ഒരു കണ്ടീഷനിൽ ഓരോ ഇൻസിഡൻസ് നടക്കുന്ന അറിയാലോ, നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ആ ജനാണവനെ സെക്കൻഡ് ഇറക്കണമായിരിക്കും നല്ലത്. കാരണം ഇന്നും വർഷങ്ങൾ 22 എന്താണ് പടം വന്നത്, ഇപ്പോഴും ആ പടത്തിലെ ഡയലോഗുകൾ ഇമ്പാക്ട്ഫുള്ളാണ്, ഇപ്പോഴും അതിൽ പറയുന്ന കാര്യങ്ങളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചുറ്റും. സോ നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വല്ല ഇറക്കാൻ നോക്ക്. കാരണം അത്രയ്ക്ക് എന്തുവാ ഇമ്പാക്റ്റ് ഉള്ള ഒരു പരിപാടിയാണ് അത്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ പടത്തിനെ പറ്റി പറയാൻ. അല്ലാതെ കാര്യമായിട്ട് അങ്ങനെ ഗംഭീരം എന്നെടുത്ത് പറയാൻ മാത്രമൊന്നുമില്ല. പിന്നെ കുറച്ച് ക്യാമറ വർക്ക്സ് പരിപാടിയൊക്കെ നൈസായിരുന്നു, കുറച്ച് നല്ല നല്ല ഫ്രെയിമുകളുണ്ടായിരുന്നു, VFX ഒക്കെ ചിലടത്ത് കൊള്ളായിരുന്നു, ചിലടത്ത് ശോകമായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു പടത്തിനെ പറ്റി പറയാൻ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പള്ളിച്ചട്ടമ്പി.